അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനികളെ, നമ്മുടെ മദ്രസകളൊക്കെ തുറക്കാൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കമ്മിറ്റിക്കാരും ഉസ്താദുമാരും ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. എല്ലാം പലരും യൂട്യൂബിലും മറ്റുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പലരും പറയാത്ത ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. നമ്മുടെ മക്കൾ മദ്രസയിലേക്ക് വരുന്നത്, എൻ്റെ മോനും ഈ വർഷം 1-ാം ക്ലാസ്സിൽ ചേർക്കുന്നുണ്ട്. മദ്രസയിലേക്ക് രക്ഷിതാക്കൾ പറഞ്ഞയക്കുന്നതും കുട്ടികൾ വരുന്നതും എങ്ങനെയാണ്? ഫസ്റ്റ് ദിവസം ഏറ്റവും നല്ല ഡ്രസ്സിട്ടാണ് വരുന്നത്. നല്ല അത്തർ പൂശി, നല്ല കുളിച്ച് വൃത്തിയായി, നല്ല മൊഞ്ചായി, പുതിയാപ്പിളയും പുതിയെണ്ണും വരുമ്പോഴെയാണ് 1-ാം ക്ലാസ്സിലേക്ക് മദ്രസയിലേക്ക് കുട്ടികൾ വരുന്നത്. മറ്റു കുട്ടികളും അങ്ങനെ തന്നെയാണ് ഏകദേശമൊക്കെ വരാറുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ എന്തുകൊണ്ട് ഇങ്ങനെ ആ കുട്ടികൾ മദ്രസയെ എത്ര ബഹുമാനിക്കുന്നു എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഒരു കാലത്ത് ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ പ്രസരിപ്പ് കൊണ്ട്, അതിപ്രസരം കൊണ്ട് മദ്രസയിൽ നിന്ന് കുട്ടികൾ കുറഞ്ഞിരുന്നു. പിന്നീട് ഇംഗ്ലീഷ് മീഡിയം പോകുന്ന പല കുട്ടികൾക്കും, ചില കുട്ടികൾക്കല്ല പല കുട്ടികൾക്കും കൃത്യമായി നോക്കി ഓതാൻ അറിയില്ല, അക്ഷരങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അപ്പോൾ വീണ്ടും മദ്രസയുടെ മൂല്യം സമൂഹം മനസ്സിലാക്കുകയും എന്തു തന്നെയാണെങ്കിലും മദ്രസ കഴിഞ്ഞിട്ട് മതി ബാക്കി എന്നുള്ളതാണ്. ഇനി 1 മണിക്കൂർ, അരമണിക്കൂറാണെങ്കിൽ അരമണിക്കൂർ മദ്രസയിൽ പോകണം എന്നുള്ള ചിന്താഗതി സമൂഹത്തിന് എത്തിയത് വളരെ ഉപകാരമാണ്. അതുകൊണ്ട് തന്നെ ചില നിർബന്ധമായ സാഹചര്യങ്ങളാണ്, ചില കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. ഒന്ന്, നമ്മുടെ മക്കൾ ഇംഗ്ലീഷ് മീഡിയം ചേർക്കുന്നവരാണെങ്കിലും അംഗനവാടി ചേർക്കുന്നവരാണെങ്കിലും ഇവരൊന്നും, പല കുട്ടികളും, ചില കുട്ടികൾ നല്ല, ഇവിടെ ഞാൻ പറയുന്നത് പല കുട്ടികളും അലിഫ് കൃത്യമായി എഴുതി കൊടുക്കാത്തവരാണ്. അതുകൊണ്ട് സദുർസ്ഥാദ് ശ്രദ്ധിക്കേണ്ടത്, നമ്മളിലേക്ക് വരുന്ന കുട്ടി, അത് ഏത് കുട്ടിയാണെങ്കിലും, ഇംഗ്ലീഷ് മീഡിയം പോട്ടെ, ഉസ്താദുമാരുടെ കുട്ടികളാകട്ടെ, ഏതു കുട്ടികളാണെങ്കിലും നമ്മളെ കയ്യിലേക്ക് വരുന്നത് ആദ്യ അക്ഷരം പഠിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ആദ്യ അക്ഷരം പഠിക്കാൻ വേണ്ടി 1-ാം ക്ലാസ്സിലേക്ക് ചേർക്കപ്പെടുന്ന കുട്ടിയെ നമ്മൾ കൈ പിടിച്ചുകൊണ്ട് അലിഫ് ബ, ഇനി എന്തൊക്കെയാണ് ഇജാസത്ത് കിട്ടിയത്, എന്താണോ നിങ്ങളുടെ ഉസ്താദുമാർ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്, അല്ലെങ്കിൽ പണ്ഡിതന്മാർ അതിൻ്റെ ശൈലി എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, അത് നിങ്ങൾ കുട്ടികളെ കൈ പിടിച്ച് നോട്ട് ബുക്കിലോ സ്ലേറ്റിലോ എഴുതിപ്പിച്ച് അവരെ ഔദും ബിസ്മിയൊക്കെ ചൊല്ലി ഒരു സ്വലാത്തൊക്കെ ചൊല്ലിപ്പിച്ച് വളരെ ഭംഗിയായിട്ടാണ് കുട്ടികളെ ആദ്യം കൈകാര്യം ചെയ്യേണ്ടത്. സദുർസ്താദ്മാർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിന് നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ. സദുർസ്താദ്മാർ മദ്രസ തുടങ്ങുന്ന സമയത്ത് ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുക. സദുർസ്താദ്മാർക്കുള്ള ഒരേ ഒരു ഉത്തരവാദിത്വമുള്ളൂ. അതെന്താ നിങ്ങൾ അലിഫ് ചേർക്കപ്പെടുന്ന 1-ാം ക്ലാസ്സിലെ കുട്ടികളെ അലിഫ് എഴുതിപ്പിക്കുക എന്നുള്ളതാണ്. ഇനി നിങ്ങൾ അതിന് ഉദ്ഘാടന സെഷന് വേണ്ടി തങ്ങന്മാരെയോ വലിയ പണ്ഡിതന്മാരെയോ ഉപയോഗപ്പെടുത്തുക, കുഴപ്പമൊന്നുമില്ല. സദറുസ്താദുമാർ ഉദ്ഘാടനം ചെയ്താലും വേണ്ടില്ല, അത് ചെയ്താലും വേണ്ടില്ല. സദറുസ്താദുമാർ അതിനോട് ചുറ്റിപറ്റി നിർബന്ധമായി ഉണ്ടാവണം. അത് നിർബന്ധമായൊരു കാര്യമാണ്. ഇനി മറ്റു ഉസ്താദുമാർ കുട്ടികളെ അച്ചടക്കവും മറ്റുമൊക്കെ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഓരോരുത്തർക്കും ഓരോ ഉത്തരവാദിത്വം ഏൽപ്പിക്കുക. ഇനി കുറേ കമ്മിറ്റിക്കാരുണ്ട്. സെക്രട്ടറിയും പ്രസിഡൻറ്റും ഖജാൻജിയും എന്തായാലും പണി ഉണ്ടാവും. ഈ പണിയില്ലാത്ത മാസത്തിൽ മീറ്റിങ്ങിന് വരുന്ന കുറേ കമ്മിറ്റിക്കാരുണ്ട്. അവർക്കൊക്കെ നമ്മൾ പണി കൊടുക്കണം. അവർക്ക് പ്രധാനമായിട്ട് പണി കൊടുക്കേണ്ട എന്താ, നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയി ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ഈ കുട്ടികളെ ചേർക്കുന്ന ഒരു ഫോം ഉണ്ടാവും അല്ലേ, ആ ഫോമിൽ നിന്ന് അത് അങ്ങനെ തന്നെ നമ്മൾ പകർത്തിയെന്ന് നമ്മൾ രജിസ്റ്റർ ഉണ്ടാവില്ലേ, ആ 2 കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ വേണ്ടി മുൻകൂട്ടി തന്നെ നമ്മുടെ കമ്മിറ്റിക്കാരെ നല്ല എഴുത്ത് അറിയുന്ന, അല്ലെങ്കിൽ നല്ല ഹാൻഡ് റൈറ്റിങ്, നല്ല ക്ലിയർ ഭംഗിയിൽ എഴുതാൻ കഴിയുന്ന ആളുകളെ അതിനേൽപ്പിക്കുക. ഒരു കുട്ടിയെ നമ്മൾ അലിഫ് എഴുതി കൊടുക്കുന്നു, ഔദും ബിസ്മി ചൊല്ലി കൊടുക്കുന്നു, ബിസ്മി എഴുതി കൊടുക്കുന്നു. അതിന് ശേഷം കുട്ടിയെയും രക്ഷിതാവിനെയും എങ്ങോട്ട് പറഞ്ഞേക്കുക, നമ്മുടെ സൈഡിൽ അല്ലെങ്കിൽ കുറച്ചപ്പുറത്ത് ഒരു ബെഞ്ചും ഡെസ്കും ഉണ്ടാവും. അല്ലെങ്കിൽ 3 കുട്ടികൾ കുറേ ഉണ്ടെങ്കിൽ 3-4 ഡെസ്ക് ഉണ്ടാവും, അല്ലെങ്കിൽ 3-4 മേശ ഉണ്ടാവും, അതിന് നല്ല കസേര ഉണ്ടാവും. അവിടെയൊക്കെ കമ്മിറ്റിക്കാരെ ഇരുത്തുക. ഒരു ഉസ്താദിനെ അവിടെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു, കുറച്ച് പരിചയമുള്ള ഉസ്താദിനെ. ഒരു കുട്ടി വന്നാൽ എന്തൊക്കെ ആദ്യം ചെയ്യേണ്ടത്, ഇങ്ങനെ പറഞ്ഞു കൊടുത്താൽ അവരത് കൃത്യമായി കൈകാര്യം ചെയ്യും.
അവർക്കൊരു പണിയില്ലാത്തത് കൊണ്ടാണ് അങ്ങോട്ട് പോവുക അല്ലേ, അതൊക്കെ അവർ കൃത്യമായി കൈകാര്യം ചെയ്യും. അപ്പോൾ സദർ ഉസ്താദന്മാർ നിർബന്ധമായ ആദ്യ അക്ഷരങ്ങളെ ആ കുട്ടിയെ നല്ല സന്തോഷത്തോടു കൂടി സ്വീകരിച്ചുകൊണ്ട് അവർക്ക് അക്ഷരങ്ങൾ എഴുതി കൊടുക്കുക, ഔദും ബിസ്മി ചൊല്ലിക്കൊടുക്കുക, സ്വലാത്ത് ചൊല്ലിക്കുക. എന്നിട്ട് കുട്ടികൾക്ക് നിങ്ങളെ വകയിൽ മേശപ്പുറത്തുള്ള നല്ല ഭംഗി നല്ല ഉഷാറൊരു മിഠായി കൊടുക്കുക. എന്നിട്ട് കുട്ടിയെ ഒന്ന് ചിരിപ്പിക്കുക. അതൊക്കെ സദൃസ്ഥാപനം ചെയ്യുന്ന കാര്യമില്ല. എന്നിട്ട് ഇത് കഴിഞ്ഞ് രജിസ്റ്റർ അതിൻ്റെ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഒരു ബലൂണും കൊടുക്കുക, അല്ലെങ്കിൽ എന്തോ കുട്ടികൾക്ക് ആകർഷണീയമായ ഒരു പൂവ് കൊടുക്കുക. എന്തെങ്കിലും ഒന്ന് കുട്ടിക്ക് ഗിഫ്റ്റായി കൊടുത്താൽ കുട്ടിക്ക് സന്തോഷമായി. ഇത് കുഴപ്പമൊന്നുമില്ലൊരു സദൃസ്ഥാദ്, ഇത് നല്ല സദൃസ്ഥാണല്ലോ എന്നൊരു ചിന്ത സ്വാഭാവികമായിട്ടും കുട്ടികൾക്കുണ്ടാകും. ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ്. അപ്പോൾ ഈ ഒരു ഞാനിത് പറയുന്നത് പല കുട്ടികളെയും പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. അലിഫ് കുട്ടികളെ കൊണ്ട് എഴുതിപ്പിച്ചില്ലെന്ന്. ഓക്കെ, ഇൻഷാ അല്ലാഹ് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മയും നമ്മുടെ മദ്രസയും ഏറ്റവും ഭംഗിയായി ഇൽമ് പഠിപ്പിക്കുന്ന ആ ഒരു മദ്രസ സംവിധാനം അത് സ്വർഗത്തിൻ്റെ പൂന്തോപ്പാണ്. അതിലേക്ക് എത്തിക്കട്ടെ. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ജബ്ബാർ മിസ്ബാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.